തന്നെയല്ല 100 വർഷം അവരുടെ സംസ്ഥയുടെ 100ാം വാർഷികം ആഘോഷം നടക്കാൻ പോവുകയാണ്. ആ പ്രോഗ്രാമിലേക്ക് മോദിയെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് വരെ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ വളരെ സൗഹൃദപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. जिफ्री मुतकोड़ से मुलाकात की, हमने उनसे बात किया, हमने उनसे बीजेपी के बारे में बताया, हमने योजनाओं के बारे में बताया, तो बहुत हैप्पी हुए। उन्होंने कहा फर्स्ट टाइम कोई बीजेपी का माइनॉरिटीज का पर्सन हमारे पास आ रहा है, उन्होंने वेलकम किया हमारा। उन्होंने ये भी बताया कि हम 100 years का अभी जो है सेलिब्रेशन करने जा रहे हैं, उसमें हम पीएम को इनवाइट करना चाहते हैं। तो ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജെഫ്രി തങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. തന്നെയല്ല 100 വർഷം അവരുടെ സംസ്ഥയുടെ 100ാം വാർഷികം ആഘോഷം നടക്കാൻ പോവുകയാണ്. ആ പ്രോഗ്രാമിലേക്ക് മോദിയെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് വരെ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ വളരെ സൗഹൃദപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു അജണ്ട ഇതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അത് കാലങ്ങളായി ഉള്ളതാണ്, ഇപ്പോഴും തുടർന്നു പോകും. എത്ര കോലാഹലമാണ് അതിന് ചില ആളുകൾ ഉണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം. ആ കോലാഹലങ്ങളെല്ലാം ഇപ്പോൾ കെട്ടടങ്ങി എനിപ്പോയി ഇതിനെത്രയാണ് ഉണ്ടാക്കാറ് എനിക്കറിയില്ല. അതൊന്നും ബുദ്ധിയില്ലാത്ത കുറേ ജനങ്ങൾ അങ്ങനെ ഒച്ചപ്പാടുമാക്കി നടക്കും. ഇവിടെ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരേ രാഷ്ട്രീയക്കാരാണെന്നോ ഒരേ ചിന്താഗതിക്കാരാണെന്നോ ഒന്നും അർത്ഥമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അല്പം ചിന്തിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി അടുപ്പമായി. ആ അടുപ്പത്തില് ഞാൻ പ്രതിക്കൂട്ടിലായ ഒരാളാണ്. ഞാൻ പ്രതിക്കൂട്ടം അദ്ദേഹം ചെയ്ത കുറ്റം കൊണ്ടല്ല, പല സുഹൃത്തുക്കളും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പം ഒരു വലിയ സന്തോഷമുണ്ട്. ഈ മാർച്ച് 1ാം തീയതിക്ക് ശേഷം ഷാനവാസിന്റെ പുറകെ ചിരിക്കുന്നുണ്ടാവും. ഈ മാസം 1ാം തീയതിക്ക് ശേഷം, ഫെബ്രുവരി മാസം 1ാം തീയതിക്ക് ശേഷം എനിക്കൊരു സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു 12 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു വലിയ തെറ്റ് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. കാന്തപുരം അദ്ദേഹം ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മധ്യപ്രദേശ് ജയിച്ചു കിട്ടിയ ഒരു MP, മലയാളിയായ MP-യെ കണ്ടു. സ്വാഭാവികമായിട്ട് അദ്ദേഹം എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹത്തിന്റെ കേന്ദ്രം സന്ദർശിക്കാൻ ക്ഷണിക്കും. അവിടെ ക്ഷണിച്ചു. പെട്ടെന്ന് ഞാനന്ന് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു പോകണോ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പോലെ പണ്ഡിതൻ വിളിക്കുമ്പം നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല, തെറ്റിദ്ധാരണകൾ നീക്കണം, രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞാനും ആ MP-യും പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കാന്തപുരത്തിന്റെ അടുത്ത് പോയി, ആ സ്ഥാപനത്തിൽ പോയി. ഞങ്ങൾക്ക് അദ്ദേഹം വന്ന് തന്നത് ഓരോ ഗ്ലാസ് ചായ, പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, എന്തോ ഒരു കാര്യം കൊണ്ട് എത്തിയും കുറെ കുട്ടികളെയും കാണിച്ചു. തിരിച്ചു വന്ന പിറ്റേ ദിവസം ഒരു മഹാനായ പണ്ഡിതൻ, അതിന്റെ പേര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, നാട്ടിക മുസ്ലിയാർ, അത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇതാ ഫാസിസ്റ്റുകളെ കാന്തപുരം സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് യത്തീമുകളുടെ പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ പണം വാങ്ങിയ ആളുകളായി. അത് പിന്നെ കോടി വരെ എത്തി എന്ന് അദ്ദേഹത്തെ ഞാൻ ഇതുവരെ പല പരിപാടിക്കും നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സ്വീകരണ പരിപാടി ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ, 10-15 കൊല്ലം കഴിഞ്ഞല്ലോ. ഇതല്ലാതെ അദ്ദേഹം ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് സംശുദ്ധമായ നിലക്ക് പോകുന്ന ആളായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഒരു വലിയ വിവാദമുണ്ടായി. ഞങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുമായി വേദി പങ്കിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അനിസ്ലാമികമാണെന്ന് 12 കൊല്ലം പ്രഖ്യാപിച്ച, എന്റെയൊക്കെ പേരിൽ അന്ന് ആക്ഷേപം ഉന്നയിച്ച ആളുകള് ഈ മാർച്ച് മാസം 1ാം തീയതി അവരുടെ സമ്മേളനത്തിലേക്ക് എന്നെ വിളിക്കുകയും അവിടെ കോഴിക്കോട്ട് കടപ്പുറത്ത് പോയി എനിക്ക് സംസാരിക്കാനും അവരെ അഭിസംബോധന ചെയ്യാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ഫെബ്രുവരി മാസം 1ാം തീയതി നടന്ന സമ്മേളനത്തിൽ ഞാനും കോൺഗ്രസിന്റെ പ്രതിനിധികളും ഒക്കെ തന്നെ ഒന്നിച്ചു പങ്കെടുത്ത് ഒരവസരമുണ്ടായി. അതുകൊണ്ട് വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി തീവ്രവാദം അപകടകരമാണ്, ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്നാദ്യമായി പറഞ്ഞ പണ്ഡിതനായും
ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. പലതവണ അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ട്. എല്ലാം പരസ്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ മറ്റാളുകളും ഒക്കെ തന്നെ പല കോളേജുകളും അന്ന് ഞങ്ങൾ അനുവദിച്ചു കൊടുത്ത പാണ്ടിക്കാട് കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളും ആ കോളേജുകളിലൊക്കെ അതിന്റെ ആളുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ കള്ളുഷാപ്പിൽ പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നവരാണെങ്കിൽ കാന്തപുരം നട്ടല് നിവർത്തി വന്നിട്ടുണ്ട്. ആ സവിശേഷതയും ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും, അദ്ദേഹത്തിന് സർവശക്തനായ ദൈവം ഇസ്ലാമിക സങ്കല്പമനുസരിച്ച് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പരമകാരുണികനായ ദൈവമേ എന്നാണ് ഇസ്ലാം പറയുന്നത്. പരമകാരുണികൻ എന്ന് പറയുന്ന സമയത്ത് സർവ്വചരാചരങ്ങളും അതിൽ പെടും. മുസ്ലിങ്ങൾ മാത്രമല്ല, RSSകാരും BJPക്കാരും എല്ലാം അതിൽ പെടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നിങ്ങളുടെ അനുഗ്രഹാശം ഉണ്ടാവട്ടെ. ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഏതായാലും മോദിന്റെ എത്തി വർത്താനം എത്തുമ്പോൾ അയാൾ മനസ്സിലാക്കുള്ളൂ തങ്ങൾ ഇതിനെ പറ്റി മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് അവിടെ ഞാനിപ്പോ 2-3 പ്രാവശ്യം മൂപ്പരത്ത് പോകാൻ ചില ചാൻസുകളൊക്കെ ഉണ്ടായി, നിങ്ങളറിയാം. പിന്നെ നമ്മളെ ഈ പൗരത്തല്ല, നമ്മുടെ മറ്റേ ഏക സിവിൽ കോഡ്, എന്നോട് പല ആളുകളും BJPയുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു നിങ്ങൾ വരണം, നിങ്ങൾ ഈ നേതൃത്വം ഉണ്ടായിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ എന്താ. ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനിപ്പോ അത്ര ദൂരത്തേക്കൊന്ന് പോകുമ്പോൾ എനിക്ക് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞു പോയി ചെയ്യുന്നത്. നമ്മളെ സമസ്തന്റെ ആളുകളെ ഉസ്താദന്മാരെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അത് പറ്റൂല, നിങ്ങളും വരണം എന്ന് പറഞ്ഞു.